വെൽക്കം ടു മിൻറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. ഇന്ന് ലക്ഷ്യമിലെ MEM സീരീസ്, അതായത് മലയാളം ഇംഗ്ലീഷ് മാത്സ് സീരീസിലെ ഇംഗ്ലീഷിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പോൾ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ള, എന്താ അതിൻ്റെ ബേസിക് എക്സ്പ്ലനേഷൻ, എന്താണ് ജനറൽ ആയിട്ട് ട്രെൻഡായിട്ട് വരുന്നത്, ഇതൊക്കെ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, അതേപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Choose the correct one from the options given below to complete the sentence. If I had seen anything strange, comma, dash. A. I will let you know. B. I would have let you know. C. I would let you know. D. I will have let you know. അപ്പോൾ ആൻസർ എന്താണ് നമുക്ക് ആദ്യം നോക്കാം. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണല്ലേ. ഇഫ് ഐ ഹാഡ് സീൻ എനിത്തിങ് സ്ട്രേഞ്ച് ഐ വുഡ് ഹാവ് ലെറ്റ് യു നോ എന്നാണ് ആൻസർ വരിക. ഇതെന്തുകൊണ്ടാണ്? കറക്റ്റായിട്ട് എന്താ പറയുക? ഐ വുഡ് ഹാവ് ലെറ്റ് യു നോ ആണ്. യൂസ് ഫോർ പാസ്റ്റ് സിറ്റുവേഷൻസ് ദാറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ. അപ്പോൾ പാസ്റ്റിലൊരു സിറ്റുവേഷൻ നടന്നു, ആ സംഭവം നടന്നില്ല, അതിൻ്റെ കൂടെ ചേർക്കുന്നതാണ് ഐ വുഡ് ഹാവ് എന്നുള്ളൊരു ഐഡിയ വരുന്നത്. ഇഫ് ഐ ഹാഡ് സീൻ എന്നാണ് പറയുന്നത്. ഇപ്പോൾ നേരത്തെ ചോദിച്ചിരിക്കുന്നത് എന്താ? ഇഫ് ഐ ഹാഡ് സീൻ എനിത്തിങ് സ്ട്രേഞ്ച്, കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ, അത് നടന്നിട്ടില്ല ആ ആക്ഷൻ, കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ എന്നാണ് ഈ സെൻറ്റൻസ് മൊത്തമായിട്ട് വരുന്നത്. അപ്പോൾ ബേസിക്കലി എന്താ? ഇഫ് ഐ ഹാഡ് സീൻ എന്ന് പറയുമ്പോൾ ഡിൻ സി, നടന്നിട്ടില്ല, ആ ഒരു ആക്ഷനേ നടന്നിട്ടില്ല. അപ്പോൾ റിസൾട്ട് എന്താ? ചെയ്തിട്ടില്ല, ഐ ഡിൻറ്റ് ഇൻഫോം. അപ്പോൾ ഐ വുഡ് ഹാവ് ലെറ്റ് യു നോ, എന്തെങ്കിലും നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ. സോ ഇങ്ങനൊരു പാസ്റ്റ് ആക്ഷൻ നടക്കാത്തപ്പോഴാണ് നമ്മൾ ഐ വുഡ് ഹാവ് എന്നുള്ളൊരു എന്താ പറയുക, ഒരു ഫ്രേസ് യൂസ് ചെയ്യേണ്ടി വരിക. പാറ്റേൺ എന്താ? ഇഫ് സംതിങ് ഡിൻറ്റ് ഹാപ്പൻ റിസൾട്ട് ഓൾസോ ഡിൻറ്റ് ഹാപ്പൻ. അതായത് ഇവർ പറയുന്നത് എന്തായിരുന്നു? ഇഫ് ഐ ഹാഡ് സീൻ എന്നുള്ളൊരു സംഭവമാണല്ലേ. ആ ഒരു സംതിങ് നടന്നില്ല, ആ സംതിങ് നടക്കാത്തതുകൊണ്ട് റിസൾട്ട് നടന്നിട്ടില്ല. ഇവർ പറയുന്നത് അങ്ങനെ നടന്നിരുന്നെങ്കിൽ ഈ റിസൾട്ട് നടന്നേനെ എന്നുള്ളൊരു എന്താ പറയുക, ഭയങ്കര ഒരു ക്രിയേറ്റീവായിട്ട് ഇമാജിൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ പറയുന്നത്. അപ്പം അത് നടന്നിട്ടില്ലെങ്കിൽ ഇത് നടന്നിട്ടില്ല എന്നുള്ളൊരു ആൻസറിലേക്ക് നമ്മൾ എത്തണം. വുഡ് ഹാവ് പ്ലസ് വേർബ് ആണ് റിസൾട്ടിന് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഐ വുഡ് ഹാവ് ലെറ്റ് യു നോ. അപ്പോൾ വുഡ് ഹാവിൻ്റെ കൂടെ വേർബ് ചേർക്കുമ്പോൾ നമ്മൾ നടക്കാത്തൊരു റിസൾട്ട്, അതായത് ഒരു നടക്കാത്ത സിറ്റുവേഷന് നടക്കാത്തൊരു റിസൾട്ട് നമുക്ക് വുഡ് ഹാവ് പ്ലസ് വേർബ് ചേർത്തിട്ട് പറയാൻ പറ്റും. വുഡ് ഹാവ് ലെറ്റ്, അതായത് വുഡ് ഹാവ് ഇൻഫോംഡ് എന്നാണ് പറയുന്നത്. അത് നടന്നിരുന്നെങ്കിൽ ഞാൻ ഇൻഫോം ചെയ്തേനെ. ഷോസ് മിസ്ഡ് ആക്ഷൻസ് ഇൻ ദ പാസ്റ്റ്, അതായത് വേറൊരു ആക്ഷൻ നടന്നു, അത് ആ സംഭവം നടന്നില്ല, ആ സംഭവം നടന്നിരുന്നെങ്കിൽ ആ ആക്ഷൻ നടന്നേനെ, പക്ഷെ ആ ആക്ഷൻ നടന്നിട്ടില്ല. അപ്പോൾ മിസ്ഡ് ആയിട്ടുള്ള ആക്ഷനെയാണ് നമ്മൾ വുഡ് ഹാവ് വെച്ചിട്ട് കാണിക്കാൻ നോക്കുന്നത്. കോമൺ ക്ലൂസ് എന്താ? ഇഫ് ഐ ഹാഡ്, ഐ വുഡ് ഹാവ്, ചെയ്തിരുന്നെങ്കിൽ, അങ്ങനെ ഇഫ്, വുഡ് ഹാവ് ഒക്കെയാണ് ഈ ഒരു ഐഡിയയുടെ, അതായത് നടക്കാത്തൊരു ആക്ഷൻ്റെ നടക്കാത്ത റിസൾട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഈ ജനറൽ കീവേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇഫ് ഐ ഹാഡ്, ഐ വുഡ് ഹാവ് എന്നുള്ള കീവേഡ്സ് ഒക്കെ യൂസ് ചെയ്യുക. എക്സാമ്പിൾ, ഇഫ് ഐ ഹാഡ് കോൾഡ് ഷീ വുഡ് ഹാവ് ആൻസേർഡ്. ഞാൻ വിളിച്ചിരുന്നെങ്കിൽ ആ കോൾ അവർ ആൻസർ ചെയ്തേനെ. അതായത് ഞാൻ വിളിച്ചിട്ടില്ല, അവർ ആൻസർ ചെയ്തിട്ടുമില്ല, രണ്ട് ആക്ഷൻ നടന്നിട്ടില്ല, ഈ ആക്ഷൻ നടന്നിട്ടില്ല, ഈ ആക്ഷൻ നടന്നിട്ടില്ല. പക്ഷെ നമ്മൾ ഇമാജിൻ ആയിട്ട് പറയാണ്, അങ്ങനെ ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഇത് നടന്നേനെ. അപ്പം അങ്ങനത്തെ ഒരു ഇമാജിൻഡ് സിനാരിയോ വരുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുക? വുഡ് ഹാവ് ആണ് യൂസ് ചെയ്യുക. ഐ വുഡ് ഹാവ് ലെറ്റ് യു നോ ഇഫ് ഐ ഹാഡ് സീൻ ഇറ്റ്. ഞാൻ എന്തോ കണ്ടിരുന്നെങ്കിൽ, അതായത് ഞാൻ കണ്ടിട്ടില്ല, ഐ വുഡ് ഹാവ് ലെറ്റ് യു നോ, ഞാൻ പറഞ്ഞേനെ, അതായത് ഞാൻ പറഞ്ഞിട്ടുമില്ല, രണ്ട് നടന്നിട്ടില്ല, കണ്ടിട്ടുമില്ല, ഒന്നും സ്ട്രേഞ്ച് ആയിട്ടൊന്നും കണ്ടിട്ടുമില്ല, ഞാൻ ഇൻഫോം ചെയ്തിട്ടുമില്ല. രണ്ടും നടക്കാത്ത ആക്ഷൻ ആകുമ്പോൾ വുഡ് ഹാവ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫിൽ അപ്പ് ദ ബ്ലാങ്ക് വിത്ത് ദ കറക്റ്റ് വേർഡ് ഫ്രം ബിലോ. ഹി വാസ് വെരി പൊളൈറ്റ് whenever his wife entered the room. He dash up. A. Stand. B. Would stand. C. Used to stand. D. Stood. അപ്പോൾ നമുക്ക് ആദ്യം ആൻസറിലേക്ക് കിടക്കാം. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, വുഡ് സ്റ്റാൻഡ് ആണ്. ഹി വാസ് വെരി പൊളൈറ്റ് വെനെവർ ഹിസ് വൈഫ് എൻറ്റർഡ് ദ റൂം. ഹി വുഡ് സ്റ്റാൻഡ് അപ്പ്. അതെന്തുകൊണ്ടാണെന്ന് നോക്കാം. പാസ്റ്റ് ഹാബിറ്റ് ആണല്ലേ, വുഡും യൂസ്ഡും ഒക്കെ പാസ്റ്റ് ഹാബിറ്റ്സ് പറയുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വെനെവർ ഹിസ് വൈഫ് എൻറ്റർഡ് ദ റൂം, അല്ലെങ്കിൽ ഹി വാസ് വെരി പൊളൈറ്റ്, വാസ് പാസ്റ്റിലാണ്. വെനെവർ ഹിസ് വൈഫ് എൻറ്റർഡ് ദ റൂം, പണ്ട് നേരത്തെ എൻറ്റർ ചെയ്യുമ്പോൾ എന്നുള്ളതൊക്കെ ഒരു പാസ്റ്റ് ആക്ഷനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. പാസ്റ്റ് ആക്ഷനിൽ ഇതും പാസ്റ്റ് അല്ല, ഇതും പാസ്റ്റ് അല്ല അല്ലേ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് മാറ്റാൻ പറ്റും. യൂസ് ടു സ്റ്റാൻഡ്, വുഡ് സ്റ്റാൻഡ് രണ്ടുമാണ് പാസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ആ കൺക്ലൂഷനിലേക്ക് അവിടെ തന്നെ എത്താം. വെനെവർ എന്ന് വെച്ചാൽ ഒരു റിപ്പീറ്റഡ് ആക്ഷനെ നമ്മൾ കാണിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് എപ്പോൾ വന്നിരുന്നെങ്കിലും അയാൾ എണീറ്റ് നിന്നേനെ എന്നാണ്, റിപ്പീറ്റഡ് ആക്ഷനാണ് നമ്മൾ കാണിക്കുന്നത്.
വുഡ് പ്ലസ് വേർബ് ആണ് നമ്മൾ റിപ്പീറ്റഡ് ആക്ഷൻസ് പാസ്റ്റിൽ കൊടുക്കുമ്പോൾ നമ്മൾ വുഡിൻ്റെ കൂടെ വേർബ് ആഡ് ചെയ്തിട്ടാണ് ചെയ്യുക. സ്ട്രക്ചർ എന്തായിരിക്കും? സബ്ജക്റ്റ് പ്ലസ് വുഡ് പ്ലസ് ബേസ് വേർബ് ആയിരിക്കും ആ സെൻറ്റൻസ് സ്ട്രക്ചറായിട്ട് വരിക. അപ്പോൾ വുഡിൻ്റെ കൂടെ വേർബ് ചെയ്ത് ആഡ് ചെയ്താൽ എന്താവും? റിപ്പീറ്റഡ് ആക്ഷൻസ് ആണ് വരിക. would is used only for actions not states. used to എന്ന് പറയുമ്പോൾ പാസ്റ്റ് ഹാബിറ്റ്സും പാസ്റ്റ് സ്റ്റേറ്റ്സിനും വേണ്ടി യൂസ് ചെയ്യും. അല്ലെ ഐ യൂസ് ടു ഡ്രോ, അതായത് ഒരു പാസ്റ്റ് ഹാബിറ്റിന് അല്ലെങ്കിൽ പാസ്റ്റ് സ്റ്റേറ്റിനെ പറയുന്നതാണ് യൂസ് ടു ചെയ്യുക. ഇടയ്ക്ക് ആക്ഷൻ റിപ്പീറ്റ് ആയി വരുന്നുണ്ടെങ്കിൽ വുഡ് പ്ലസ് നമ്മൾ അതിൻ്റെ വേർബ് ബേസ് വേർബും കൂടെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പാസ്റ്റ് ആക്ഷനെ ഡിനോട്ട് ചെയ്യാൻ നോക്കുക. ആക്ഷന് സ്റ്റാൻഡ് ആണ്, അപ്പോൾ നമ്മൾ വുഡാണ് യൂസ് ചെയ്യുക. അതെന്താണ്? ഒരു ആക്ഷൻ ആണല്ലേ. അപ്പോൾ ആക്ഷൻ എന്ത് യൂസ് ചെയ്യും? വുഡ് യൂസ് ചെയ്യും. യൂസ് ടു ആണെങ്കിലോ ആക്ഷനും അതേപോലെ തന്നെ പാസ്റ്റ് ഹാബിറ്റ്സിനും സ്റ്റേറ്റ്സിനും വേണ്ടി യൂസ് ചെയ്യുന്നതാണ് യൂസ് ടു. സ്റ്റുഡ് എന്നുള്ളത് സിംഗിൾ ആക്ഷൻ ആണ്, സ്റ്റാൻഡ് എന്നുള്ളത് പ്രസന്റ് ആക്ഷൻ ആണ്. സോ വെനെവർ എന്നാണല്ലേ പറയുന്നത്. സോ ഇവിടെ ചോദിക്കുകയാണ് വെനെവർ, അപ്പോൾ ഒറ്റ ടൈം നടക്കുന്ന ആക്ഷൻ അല്ല. അപ്പോൾ ഈ സ്റ്റുഡ് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണെങ്കിലും എന്താണുള്ളത്? വൺ ടൈം ആക്ഷൻ ആണ്, സിംഗിൾ ആക്ഷൻ ആണ്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എലിമിനേറ്റ് ആയി. അതേപോലെ സ്റ്റാൻഡ് എന്നുള്ളത് പ്രസന്റ് ടെൻസ് ആണ്, നമ്മുടെ സെന്റൻസ് എന്താണ്? പാസ്റ്റ് ടെൻസ് ആണ്, അപ്പോൾ അതും എലിമിനേറ്റ് ആയി. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് പാസ്റ്റ് ആക്ഷൻ നടക്കുകയാണ്, ആക്ഷൻ ആണ് റിപ്പീറ്റ് ചെയ്യണം. ആക്ഷൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ കണ്ടു എന്താ വരിക? വുഡ് ആണല്ലേ വരിക. അപ്പോൾ ഇതാണ് വരിക, വുഡ് ആണ് വരിക. ഇപ്പോൾ യൂസ് ടു അല്ല വരിക, ആൻസർ എന്താ വരിക? വുഡ് സ്റ്റാൻഡ് ആണ്. whenever his wife entered the room he would stand up. ഒരു റിപ്പീറ്റഡ് ആക്ഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ വുഡ് ആണ് വരിക. അതേപോലെ പാസ്റ്റ് ടെൻസ് ആണെന്നുള്ള കാര്യം ആലോചിക്കണം. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി സ്റ്റാൻഡ് ഒക്കെ എലിമിനേറ്റ് ചെയ്ത് കളയാനും പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. neither he nor I dash to suffer. A, am, B, is, C, are, D, were. ആൻസർ എന്താണെന്ന് നോക്കാം. ആൻസർ ആം ആണ്. ഓപ്ഷൻ എ ആം. neither he nor I am to suffer എന്നാണ് പറയുന്നത്. ഇത് നീദർ നോറിൻ്റെ ഒരു ഈസി റൂൾ എന്താണെന്ന് നമുക്ക് നോക്കാൻ പറ്റും. അപ്പം നീദർ നോറിൻ്റെ ഈസി റൂളാണ് നോക്കുന്നത്. കറക്റ്റ് ആൻസർ ആം ആണ്. സെൻറ്റൻസ് നീദർ ഹി നോർ ഐ ആം ടു സഫർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ബിഫോർ ദ വേർബിൻ്റെ നമ്മൾ വേർബ് നടക്കുന്നതിന് തൊട്ട് മുമ്പത്തെ എന്താണോ വേർഡ് എന്ന് നമ്മൾ നോക്കാം. ഇവിടെ ഐ ആണല്ലേ. ഐ എന്നുള്ള വേർഡ് എന്താണ് ഇപ്പോഴും എടുക്കുക? ഐ ആം എന്തെങ്കിലും. ഐ ആം എ പെയിൻറ്റർ, ഐ ആം എ ടീച്ചർ. ഐ കഴിഞ്ഞാൽ ആം ആണ് ഓട്ടോമാറ്റിക്കലി വരിക അല്ലേ. അപ്പോൾ നമ്മൾ ആം യൂസ് ചെയ്യും. നമ്മൾ ഏറ്റവും നിയറസ്റ്റ് സബ്ജക്റ്റിൻ്റെ കാര്യം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മൾ നോക്കുകയാണ്, ഇവിടെ വേറൊരു സബ്ജക്റ്റും കൂടെ ഉണ്ടല്ലേ. ഹീയും സബ്ജക്റ്റാണ്, ഐയും സബ്ജക്റ്റാണ്. പക്ഷെ നമ്മൾ ഏറ്റവും അടുത്തുള്ള ഏതാണോ സബ്ജക്റ്റ് എന്നാണ് നോക്കണ്ടേ. ഹിയും ഉണ്ട്, അതേപോലെ തന്നെ ഐയും ഉണ്ട്. പക്ഷേ ഏറ്റവും അടുത്ത് എന്താ ബ്ലാങ്കിൻ്റെ? ഐ ആണല്ലേ. അപ്പോൾ നമ്മൾ ഐ ആണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഐൻ്റെ അപ്പുറത്ത് എന്താ വരിക? ആം ആണ് വരിക. അപ്പം നിയറസ്റ്റ് സബ്ജക്റ്റിൽ മാത്രം ഫോക്കസ് ചെയ്യുക. നീദർ ഹി നോർ ഐ ആം ഹാപ്പി. അപ്പം ലാസ്റ്റ് സബ്ജക്റ്റിൻ്റെ ആണ് കറക്റ്റ് വേർബായിട്ട് വരിക. ലാസ്റ്റ് ഏതാണ് സബ്ജക്റ്റ് അതായിരിക്കും കറക്റ്റ്. അപ്പം നീദർ ഹി നോർ ഐ എന്ന് പറയുമ്പോൾ ഐൻ്റെ കൂടെ എന്താ ചേർക്കാമെന്ന് ആലോചിക്കണ്ടേ. ഐ ആം എന്നാ വരിക. നീദർ ഹി നോർ ഐ ആം ടു സഫർ. അപ്പോൾ സെക്കൻഡ് ഏതാണോ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള, നമ്മുടെ ഡാഷിൻ്റെ ക്ലോസ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഏതാണ് എന്ന് നമ്മൾ നോക്കിയിട്ട് ആ സബ്ജക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ഫോമാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വരാൻ പറ്റും. ഐൻ്റെ കൂടെ എപ്പോഴും ആം ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആമിലേക്ക് പോകും. ഹി അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിലും ഹി എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ എന്താ പറയുക ഒരു ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ പോവില്ല. കാരണം എന്തുകൊണ്ടാണ്? ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഏതാ? ഐ ആണല്ലേ. അപ്പോൾ ഐ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ആദ്യം പോകേണ്ടത് ഐയിലേക്കാണ്. അപ്പോൾ ഇവിടെ നീദർ ഹി നോർ ഐ ആം ടു സഫർ എന്നുള്ളതിൻ്റെ അകത്ത് ആൻസർ എന്താണ് വരിക? ആം ആണ് വരിക അല്ലെ. നീദർ ഹി നോർ ഐ ആം ടു സഫർ. ഈ ഡാഷിൻ്റെ തൊട്ടിപ്പുറത്തുള്ള സബ്ജക്റ്റ് ഏതാ? ഐ ആണ്. അപ്പോൾ ഐൻ്റെ ചേർന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കിയിട്ട് നമ്മൾ ആ ഒരു സംഭവമായിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ ഇവിടെ വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റിന് എന്താ വരിക എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഐ ആയതുകൊണ്ട് തന്നെ ആം ആണ് യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫിൽ അപ്പ് ദ ബ്ലാങ്ക് വിത്ത് ദ റൈറ്റ് ഓപ്ഷൻ ഫ്രം ബിലോ. I saw dash one-eyed man in the film. A, an, B, a, C, the, D, no article. അപ്പോൾ ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആൻസറിലേക്ക് കിടക്കാം. ആൻസർ എന്താണ്? ആണല്ലേ. I saw a one-eyed man in the film. അപ്പോൾ ആർട്ടിക്കിൾസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ആർട്ടിക്കിൾസ് എന്താ? ഡിറ്റർമിനേഴ്സ് യൂസ്ഡ് ബിഫോർ നൗൺസ്. നൗൺസിന് മുമ്പ് യൂസ് ചെയ്യുന്ന ഒരു ഡിറ്റർമിനർ, അതായത് എ ആവാം,
ആൻ ആവാം, അതേപോലെ തന്നെ ദവും ആവാൻ പറ്റും അല്ലേ. എ ആൻഡ് ദ ആണ് നമ്മൾ യൂസ് ചെയ്യണ ഡിറ്റർമിനേഴ്സ് ആയിട്ട്. എ ആൻഡ് ആൻ നമ്മൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആയിട്ട് ഇതാക്കുന്നതാണ്. നോൺ സ്പെസിഫിക് ആയിട്ടുള്ള സാധനങ്ങൾക്കാണ് എയും ആനും യൂസ് ചെയ്യുക. ദ കുറേയും കൂടെ സ്പെസിഫിക് ആയിട്ട് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ സ്പെസിഫിക് അൺനോൺ ആണ് എ യൂസ് ചെയ്യുക, ദ യൂസ് ചെയ്യുക. സോറി, എ ആണെങ്കിൽ കോൺസണന്റ് സൗണ്ടിന് മുമ്പായിരിക്കും യൂസ് ചെയ്യുക, ബുക്ക്, യൂണിവേഴ്സിറ്റി അങ്ങനെയൊക്കെ. ആൻ ആണെങ്കിലോ ആൻ യൂസ് ചെയ്യുന്നത് വവൽ സൗണ്ടിന് മുമ്പായിരിക്കും. ഇതിൻ്റെ അകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സൗണ്ട് ആണ് ഇമ്പോർട്ടൻറ്റ്, സ്പെല്ലിംഗ് അല്ല. ഇപ്പം നമ്മൾ ഇവിടെ നോക്കുകയാണെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റിയുടെ സ്പെല്ലിംഗ് യു വെച്ചാൽ തുടങ്ങണം. യു ഒരു വവലാണ്, പക്ഷെ അവിടെ ആൻ അല്ല വരിക, ആണ് വരിക. ആൻ ആണല്ലോ ശരിക്കും വവൽ സൗണ്ട്സിൻ്റെ ഇപ്പുറത്ത് വരണ്ടേ. അപ്പം എന്തുകൊണ്ട് ആൻ വന്നില്ല യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ? നമ്മൾ യൂണിവേഴ്സിറ്റി എന്ന് ആലോചിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി ആണ് തന്നെ അല്ലേ. അവിടെ തുടങ്ങുന്നത് വൈ എന്നുള്ള സൗണ്ട് വെച്ചാൽ യൂണിവേഴ്സിറ്റി എന്നാണ് സൗണ്ട് വരുന്നത്. അപ്പം ആ സൗണ്ട് ഒരു കോൺസണന്റ് സൗണ്ട് അല്ലേ, വവൽ സൗണ്ട് അല്ല. അപ്പം സൗണ്ടിൻ്റെ മുമ്പിൽ എന്ത് വരും? ആ വവൽ സൗണ്ടിൻ്റെ മുമ്പിൽ എന്ത് വരും? ആൻ വരും. കോൺസണന്റ് സൗണ്ടിൻ്റെ മുമ്പിൽ എന്ത് വരും? വരും. അപ്പം ഇവിടെ കോൺസണന്റ് സൗണ്ട് ആണ് യൂണിവേഴ്സിറ്റിക്ക് ആയതുകൊണ്ട് തന്നെ ആയിരിക്കും വരിക, ആൻ അല്ല വരിക. ദ എപ്പോഴാണ് യൂസ് ചെയ്യുക? നൗൺ യുണീക്ക് ആകുമ്പോൾ, ഒരു സ്പെസിഫിക് നൗൺ ആകുമ്പോഴാണ് ദ യൂസ് ചെയ്യുക. ദ സൺ, ദ എർത്ത് എന്നൊക്കെ വരും. അതേപോലെ ദ നമുക്ക് സൂപ്പർലേറ്റീവ്സ് അല്ലെങ്കിൽ ഓർഡിനൽസിനും യൂസ് ചെയ്യാൻ പറ്റും. ദ ബെസ്റ്റ്, ദ ഫസ്റ്റ് പേഴ്സൺ ടു ലാൻഡ് ഓൺ ദ മൂൺ, നീൽ ആംസ്ട്രോങ് എന്ന് പറയുന്നത് ദ ഫസ്റ്റ്, ദ ബെസ്റ്റ്, അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യും. അതേപോലെ തന്നെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ദ സൺ, ദ എർത്ത്, ഒരെണ്ണം ഉള്ളത് ഒരു സ്പെസിഫിക് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ദ യൂസ് ചെയ്യും. അതേപോലെ തന്നെ റിവേഴ്സ്, സീസ്, മൗണ്ടൻ റേഞ്ചസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യും. ഇപ്പം ഏതെങ്കിലും റിവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റിവർ എന്ന് പറയും. പക്ഷേ ഒരു സ്പെസിഫിക് റിവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദ ഗംഗ, അല്ലെങ്കിൽ ദ ബ്രഹ്മപുത്ര, ദ ഹിമാലയാസ് എന്നൊക്കെ നമ്മൾ പറയും. നോ ആർട്ടിക്കിൾ വിത്ത് പ്രോപ്പർ നൗൺസ്. ചില പ്രോപ്പർ നൗൺസിൻ്റെ കൂടെ നമ്മൾ ആർട്ടിക്കിൾ ചേർക്കില്ല. ഇപ്പോൾ ദ ഇന്ത്യ അല്ല, ദ എന്താ പറയുക, ദ രാഹുൽ, ദ രാജു ഒന്നും അല്ല. അതിൻ്റെ അകത്ത് കൂടെയൊന്നും നമ്മൾ ദ ചേർക്കില്ല. അത് സ്പെസിഫിക് ആണെങ്കിലും ദ ചേർക്കില്ല. അതേപോലെ ചില ലാംഗ്വേജസിൽ സബ്ജക്ട്സിലൊന്നും നമ്മൾ ദ ചേർക്കില്ല. ദ ഇംഗ്ലീഷ്, ദ ഹിസ്റ്ററി എന്നൊന്നും നമ്മൾ പറയില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ്? സൗണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ട്രാപ്പായിട്ട് കൊടുക്കുന്നത് സൗണ്ടാണ്, സ്പെല്ലിംഗ് അല്ല. അപ്പോൾ ആൻ ഓണസ്റ്റ് മാൻ, യൂറോപ്യൻ. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓണസ്റ്റ് എന്നുള്ളതിൻ്റെ അകത്ത് ഹെച്ച് കോൺസണൻ്റ് ആണല്ലേ. പക്ഷെ അവിടെ എന്തുകൊണ്ട് ആൻ വരുന്നു? ഹെച്ച് സൈലൻ്റാ. ആ വേർഡിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്താ? ഓണസ്റ്റ് എന്നാണ്. അപ്പോൾ ഓ എന്നുള്ള സൗണ്ട് വവൽ സൗണ്ടാണ് വരുന്നത്. അപ്പോൾ വവൽ സൗണ്ട് ആയതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ എന്ത് വരും? ആൻ വരും. അതേപോലെ യൂറോപ്യൻ, ഇതിൻ്റെ അകത്ത് ഈ വെച്ചിട്ടാണ് തുടങ്ങണേ, പക്ഷെ അത് വവൽ സൗണ്ട് അല്ല, യൂറോപ്യൻ, വൈ ആണ് സൗണ്ട് വരുന്നത്. അപ്പോൾ യൂറോപ്യൻ വരും. അപ്പോൾ നമ്മൾ ആൻ ആണെങ്കിൽ വവൽ സൗണ്ട്സിന്, ആണെങ്കിൽ കോൺസണന്റ് സൗണ്ട്സിന്, ദ ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് യുണീക്ക് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും സൂപ്പർലേറ്റീവ് അല്ലെങ്കിൽ ഓർഡിനൽസിന് വേണ്ടി യൂസ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും റിവേഴ്സ്, സീ, മൗണ്ടൻ റേഞ്ചസിനൊക്കെ സ്പെസിഫിക് ആയിട്ട് പറയാൻ വേണ്ടി നമ്മൾ ദ യൂസ് ചെയ്യും. പ്രോപ്പർ നൗൺസിൻ്റെ കൂടെ യൂസ് ചെയ്യില്ല, ലാംഗ്വേജ് സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യില്ല. എന്ത്? ദ യൂസ് ചെയ്യില്ല. ഇതൊക്കെയായിരുന്നു ആർട്ടിക്കിൾസിൻ്റെ മെയിൻ റൂൾസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഐഡൻറ്റിഫൈ ദ പാർട്ട് ഓഫ് ദ സെൻറ്റൻസ് ദാറ്റ് നീഡ്സ് ടു ബി കറക്റ്റഡ്. ബിഫോർ ദേ /were caught /they were used to live /in the jungle. ABCD ഏതാണ് നീഡ്സ് ടു ബി കറക്റ്റഡ്? എന്താണ് തെറ്റ് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ദേ വർ യൂസ് ടു ലിവ് എന്നുള്ളത് ഈ ആൻസറിനെ തന്നെ കംപ്ലീറ്റ്ലി തെറ്റിക്കുന്നതാണ്. എന്തുകൊണ്ടാന്ന് നോക്കാം. യൂസ് ടു ഒരു പാസ്റ്റ് ഹാബിറ്റിനെ പറയുന്നതാണ് അല്ലേ. ഇവിടെ ദേ വർ യൂസ് ടു ലിവ് ഇൻ ദ ജംഗിൾ എന്നാ പറയുന്നത്. ഇതൊരു പാസ്റ്റ് ഹാബിറ്റ് ആയിട്ടാണോ നമ്മൾ കാണുന്നത്? ദേ വർ യൂസ് ടു ലിവ് ആണോ കറക്റ്റ്? ദേ യൂസ് ടു ലിവ് എന്നാണോ കറക്റ്റ് ആയിട്ട് വരിക? യൂസ് ടു പ്ലസ് ബേസ് വെർബ്, അതായത് V1 യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പാസ്റ്റ് ഹാബിറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ആണ് കാണിക്കുന്നത്. അതായത് അന്ന് അവരവിടെ താമസിച്ചിരുന്നു. ദേ യൂസ് ടു ലിവ് ഇൻ ദ ജംഗിൾ എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ഹാബിറ്റ് കാണിക്കലാണ്. എന്ത്? യൂസ് ടു യൂസ് ചെയ്യുക. സബ്ജക്റ്റും യൂസ് ടും ബേസ് വെർബും യൂസ് ചെയ്യുന്നത്. യൂസ് ടുവിൻ്റെ കൂടെ നമ്മൾ ബി ഫോം, ബി അതായത് ഇസ്, വാസ്, ഇതൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. വേർ, ഇതൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. യൂസ് ടു മാത്രം തന്നെ ഒരു പാസ്റ്റ് ഹാബിറ്റിനെ കാണിക്കുന്ന ഒരു ഫ്രേസാണ്, ഒരു വേർഡാണ്. എക്സാമ്പിൾ, ദേ ആർ യൂസ് ടു ലിവിങ് ഇൻ ദ ഫോറസ്റ്റ്. അതാണ് നമ്മളുടെ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നത്. നമ്മൾക്ക് ING ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അക്കസ്റ്റം ടു എന്നുള്ളതാണ് ഒരു ഐഡിയ. ഇപ്പോൾ യൂസ് ടു എന്ന് പറയുകയാണെങ്കിൽ പാസ്റ്റ് ആക്ഷൻ കാണിക്കുന്നുണ്ട്. പക്ഷേ യൂസ് ടു ലിവിങ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പാസ്റ്റ് ആക്ഷൻ തന്നെ, പക്ഷെ ആക്ഷൻ അക്കസ്റ്റംഡ് ആയി അവർ, അതായത് അങ്ങനെ ചെയ്തുകൊണ്ട് അവർക്ക് ഭയങ്കര ശീലമായി മാറി എന്നുള്ളത്. എന്താ പറയുക, നമ്മൾ ആ ഒരു യൂസ് ടുവിൻ്റെ അകത്ത് ലിവിങ് എന്നുള്ള സാധനത്തിൽ ലിവോ ലിവിങ്ങോ യൂസ് ചെയ്യണം അനുസരിച്ച് ആ കംപ്ലീറ്റ് മീനിങ് കംപ്ലീറ്റ് ആയിട്ട് മാറും. വേർ യൂസ് ടു അല്ല ആൻസർ, വേർ യൂസ് ടു ലിവിങ് ആണ് ആൻസർ.
ഇൻ ദിസ് ക്വസ്റ്റ്യൻ പാസ്റ്റ് ഹാബിറ്റ് മാത്രമാണ് കാണിക്കുന്നത്, യൂസ് ടു ലിവ് എന്നാണ് മാത്രമാണ് കാണിക്കുന്നത്. പാസ്റ്റ് ഹാബിറ്റ് ആണെങ്കിൽ യൂസ് ടു +1, അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ കംഫർട്ട് ആണെങ്കിൽ ബി യൂസ് ടു +ing ആണ് വരിക. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കാണിക്കുകയാണ്, ഇപ്പോൾ ദേ വർ യൂസ് ടു ലിവ് എന്ന് പറയുകയാണ് അല്ലേ. ഇതൊരു പാസ്റ്റ് ഹാബിറ്റ് കാണിക്കുന്നേ ഉള്ളൂ. ഇപ്പം ഇത് നോട്ട് ഹാപ്പനിങ് ആണ്, ഇപ്പം നടക്കുന്നില്ല, നോട്ട് ഹാപ്പനിങ് റൈറ്റ് നൗ. പണ്ട് നടന്നിരുന്നു അല്ലെങ്കിൽ അത് നടന്നിട്ടുണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ദേ വർ യൂസ് ടു ലിവിങ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പാസ്റ്റ് ഹാബിറ്റ് ആയിട്ട് അവർക്ക് എന്താ പറയുക, അവർക്ക് അത് ശീലമായി മാറി എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പം ഇവിടെ വേറെ വരണം എന്നുള്ളൊരു സിറ്റുവേഷൻ വരണം എന്നുണ്ടെങ്കിൽ ഈ ലിവ് മാറ്റി ലിവിങ് ആക്കിയാലും നമുക്ക് ആ ഒരു സെൻറ്റൻസ് കറക്റ്റ് ആക്കി എടുക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ അകത്ത് ബിഫോർ ദേ വർ കോട്ട് ദേ യൂസ് ടു ലിവ് ഇൻ ദ ജംഗിൾ, അതൊരു പാസ്റ്റ് ഹാബിറ്റാണ് കാണിക്കുന്നത്. അല്ലാണ്ട് ഒരു എന്താ പറയുക ശീലത്തിനെ കുറിച്ചല്ല അവർ പറയുന്നത്. ശീലത്തിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ വേർ യൂസ് ടു ലിവിങ് ഇൻ ദ ജംഗിൾ, അവർക്ക് ശീലമായിരുന്നു. അപ്പോൾ വേർ യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ലിവിങ് എന്ന, അതായത് നമ്മുടെ വേർബിനെ നമ്മൾ ING ഫോമാറ്റിലേക്ക് ആക്കണം, അല്ലെങ്കിൽ വേറെ യൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ വേറെ യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ബീൻ്റെ എന്തെങ്കിലും ഫോം യൂസ് ചെയ്യണമെങ്കിൽ ING ചേർക്കണം എന്ത് വേർബിൻ്റെ കൂടെ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ വേർബ് ഡയറക്റ്റ് ആയിട്ട് ബേസ് വേർബ് യൂസ് ചെയ്യാം വെറും യൂസ് ടൂടെ കൂടെ. അത് പാസ്റ്റ് ഹാബിറ്റിനെ കാണിക്കണം, ING കാണിക്കുമ്പോൾ ശീലമാണ് കാണിക്കുന്നത്. ഇപ്പോൾ വേർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ING ആഡ് ചെയ്യണം, വേറില്ല എന്നുണ്ടെങ്കിൽ യൂസ് ടു മാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു പാസ്റ്റ് ഹാബിറ്റ് മാത്രമാണ് കാണിക്കുക, അത് ബേസ് വേർബിൻ്റെ കൂടെ ആയിരിക്കും ആഡ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫിൽ അപ്പ് ദ ബ്ലാങ്ക് വിത്ത് ദ റൈറ്റ് ഓപ്ഷൻ ഫ്രം ബിലോ. രാജു ഡാഷ് ഹിസ് വൈഫ് ടു ടെൽ ഹർ ദാറ്റ് ഹി കുഡ് ബി ഹോം ലേറ്റ്. A. Called. B. Called up. C. Called to. And D. Called on. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. ആൻസർ ഇസ് B. Called up. Raju called up his wife to tell her that he could be home late. ഇതെന്തുകൊണ്ടാണെന്ന് നോക്കാം. ഫ്രേസൽ വേർബ്, ഇത് ബേസിക്കലി ഒരു ഫ്രേസൽ വേർബ് അല്ലേ. അതായത് നമ്മളുടെ ഒരു ബേസ് ഫോം ഓഫ് വേർബ് എടുത്തു കഴിഞ്ഞാൽ അത് ചില വേർഡ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി ആയിരിക്കില്ല, അത് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും വരിക. ലിറ്ററൽ മീനിങ് ആയിരിക്കില്ല ഫ്രേസൽ വേർബ്സിന് ഉണ്ടാവുക. കോൾഡ് അപ്പ് ബേസിക്കലി ഫ്രേസൽ വേർബിൻ്റെ കൂടെ വേർബും പ്രപ്പോസിഷൻ അല്ലെങ്കിൽ ആഡ്വേർബ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മീനിങ്ങേ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബേസ് വേർബ് കോൾ ആണല്ലേ. കോൾ എന്ന് പറഞ്ഞാൽ എന്താ, വിളിക്കുക, കോൾ അല്ലെങ്കിൽ ഷൗട്ട് ചെയ്യുക, ഒരാളുടെ നെയിം ഇതാക്കുക, അങ്ങനെ എന്തെങ്കിലും ഷൗട്ട് ചെയ്യുക. കോൾ അപ്പ് എന്ന് പറയുമ്പോൾ ടെലിഫോൺ അല്ലെങ്കിൽ കോൺടാക്ട്സ് ഭയങ്കര സ്പെസിഫിക് ആയില്ലേ കോൾ അപ്പ് എന്ന് പറയുമ്പോൾ. സോ ഹി ആസ്ക്ഡ് മീ ടു കോൾ അപ്പ് മൈ ഫ്രണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ വിളിക്കാനാണ് പറയുന്നത്. കോൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരാളെ സംസാരിച്ച് ഒരാളെ വിളിക്കുക, ഡയറക്റ്റായിട്ട് വിളിക്കുക എന്നാവാം, അങ്ങനെ എന്തെങ്കിലും ആവാം. പക്ഷെ കോൾ അപ്പ് എന്നുള്ളത് ഭയങ്കര സ്പെസിഫിക് ആയിട്ട് ഫോൺ വിളിക്കുക എന്നുള്ളൊരു ഐഡിയ ആണ്. സ്ട്രക്ചർ എന്താ, കോൾ അപ്പ് പ്ലസ് പേഴ്സൺ ആയിരിക്കും. ഹി കോൾഡ് അപ്പ് ഹിസ് വൈഫ്. അപ്പോൾ സ്ട്രക്ചർ എന്താ യൂഷ്വലി വരിക, കോൾഡ് അപ്പിന് കോൾഡ് അപ്പ് പ്ലസ് ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ കോൾഡ് അപ്പിൻ്റെ കൂടെ നമ്മളൊരു പേഴ്സൺ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ പേഴ്സണെ കോൾ ചെയ്യുന്നു, ഫോണിൽ വിളിക്കുന്നു എന്നുള്ളൊരു ഐഡിയ ക്രിയേറ്റ് ആവും. കോൾ ഓൺ എന്ന് വെച്ചാൽ വിസിറ്റ് അല്ലെങ്കിൽ ഫോർമലി റിക്വസ്റ്റ് ആണ്. ഷീ കോൾഡ് ഓൺ ഹെർ ഫ്രണ്ട്, അതായത് റിക്വസ്റ്റ് ചെയ്യാണ് അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യാണ് കോൾ ഓൺ ചെയ്യാന്ന് പറയുമ്പോൾ. കോൾ ഫോർ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഡിമാൻഡ് ചെയ്യാണ്, ദിസ് സിറ്റുവേഷൻ കോൾസ് ഫോർ ആക്ഷൻ. കോൾ ഓഫ് എന്ന് പറയുമ്പോൾ ക്യാൻസൽ ചെയ്യാണ്, മാച്ച് വാസ് കോൾഡ് ഓഫ്. സോ മീനിങ് വിൽ ഡിപ്പെൻഡ് ഓൺ പാർട്ടിസിപ്പിൾ, അതായത് ആ ഇതിൻ്റെ അകത്തായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പ് ഓൺ ഓഫ് ഓഫിൻ്റെ അകത്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം ഇങ്ങനെ ഈ നമ്മളുടെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ വെറുതെ കോൾഡ് എന്ന് പറയുമ്പോൾ വെറുതെ വിളിച്ചു. രാജു കോൾഡ് ഹിസ് വൈഫ് ടു ടെൽ ഹർ ദാറ്റ് ഹി കുഡ് ബി ഹോം ലേറ്റ്. അപ്പോൾ ആ ഒരു നമ്മളുടെ സെൻറ്റൻസ് നമ്മൾ അങ്ങനെ ഫ്രെയിം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഔട്ട്റൈറ്റ് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അവിടെ സ്പെസിഫിക് അല്ല അല്ലേ. ഞാൻ വിളിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ ഇവിടെ നിന്നിട്ട് ജസ്റ്റ് അപ്പുറത്തേക്ക് നോക്കി വിളിക്കണതാവാം. അപ്പോൾ ഒരു സ്പെസിഫിക് അല്ല, എങ്ങനെ വിളിച്ചു, ഫോണിൽ വിളിച്ചിട്ടുണ്ടാവാം എന്നാണെങ്കിൽ കോൾഡ് അപ്പ് എന്നാണ് പറയേണ്ടത്. സോ സ്പെസിഫിക് ആയിട്ട് വിളിക്കുകയാണ്, കോൾ ചെയ്ത് ഞാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ടിന്, എൻ്റെ ഭാര്യനോട് ഞാൻ ലേറ്റ് ആയിരിക്കും എന്നുള്ളത്. കോൾഡ് ഓൺ എന്നാണെങ്കിലോ, അതായത് വിസിറ്റ് ചെയ്തു എന്നുള്ളതോടെയാണ് പറയുന്നത്. അപ്പോൾ ഈ കോൾഡ് കൂടെ തന്നെ നമ്മൾ മാറ്റി മാറ്റി ഓൺ ഓഫ് അങ്ങനെയൊക്കെ ഇടുമ്പോൾ നമ്മളുടെ മീനിങ് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യും. കോൾ ഓഫ് എന്ന് പറയുമ്പോൾ മാറ്റി വെച്ചു, അല്ലെങ്കിൽ ഇപ്പം മൈ വെഡിങ് വാസ് കോൾഡ് ഓഫ് എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ കല്യാണം മാറ്റി വെച്ചു അല്ലെങ്കിൽ കല്യാണം നിർത്തി എന്നുള്ളൊക്കെ ഐഡിയ ആണ്. ഈ വേർബ്സ്, ഫ്രേസൽ വേർബ്സ് ഒരു വേർഡ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കോൾ എടുത്താൽ തന്നെ ഇത്രയും ഫ്രേസൽ വേർബ്സ് ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ആ കോൾ എടുത്തിട്ട് ഇങ്ങനെ ഫ്രേസൽ വേർബ്സ് ഉണ്ടാക്കാൻ നോക്കാം. ഇങ്ങനെ വേറെ ഏതെങ്കിലും ഓരോ വേർഡ്സ് എടുത്തിട്ട് നമുക്ക് ഫ്രേസൽ വേർബ്സ് ഉണ്ടാക്കാൻ പറ്റുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ സെർച്ച് ചെയ്തിട്ട് ഓരോന്നിൻ്റെ മീനിങ് മനസ്സിലാവുണ്ടോ എന്നൊക്കെ നോക്കിയാൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും കൂടെ ഉള്ള ഒരു ഐഡിയ കിട്ടും. Next question. Inter alia means A. Among other things. B. For an intervening or temporary period of time. C. A place where a road joins a major road.
ഡി നൺ ഓഫ് ദി അബവ്. ഇതൊരു ലാറ്റിൻ ടേം ആണ്. ഇതിൻ്റെ മീനിങ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലാറ്റിൻ ടേംസിൻ്റെ മീനിങ് ചോദിക്കുന്നത് ഇപ്പോൾ PSC ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ലാറ്റിൻ ടേംസിൻ്റെ മീനിങ്, ഇപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ടേംസിൻ്റെ മീനിങ് ഒക്കെ ചോദിക്കുന്നത് ഇടയ്ക്കിടയ്ക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. ആൻസർ ആണ് എ, അമങ് അതർ തിങ്സ്. ഇന്റർ ഏരിയ എന്ന് വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളുടെ ഇടയിലും ഇന്റർ ഏരിയ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇടയ്ക്ക് കയറ്റിയൊരു കാര്യങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ലാറ്റിനിൽ ചോദിക്കുന്നുണ്ട്. നമ്മുടെ PSCയിൽ ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാറുണ്ട്. ലാറ്റിൻ ടേംസ്, ഫ്രഞ്ച് ടേംസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കിപ്പോവാം. ഇന്റർ ഏരിയ എന്ന് വെച്ചാൽ അമങ് അതർ തിങ്സ്, ബാക്കിയുള്ള കാര്യങ്ങളുടെ ഇടയിൽ ഇന്റർ ഏരിയ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇടയിൽ നമ്മൾ ഇടയിൽ സംസാരിക്കണ പോലെയാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളുടെ ഇടയിൽ ദർ ഈസ് ഓൾസോ ദിസ് എന്ന് പറയുകയാണ് ഇന്റർ ഏരിയ. എറ്റ് ഓൾ ആൻഡ് അതേഴ്സ് എന്ന് പറയും. എക്സെട്ര എന്നൊക്കെ പറയില്ലേ, അതേപോലെ എറ്റ് ഓൾ ആൻഡ് അതേഴ്സ്, എറ്റ്സെറ്ററ ആൻഡ് സോ ഓൺ. അപ്പോൾ ഇതും ഭയങ്കര കണക്റ്റഡ് ആണ് അല്ലേ. എറ്റ്സെറ്ററ, എറ്റ് ഓൾ എന്ന് പറയുമ്പോൾ ആൻഡ് അതേഴ്സ്, എറ്റ്സെറ്ററ എന്ന് പറയുമ്പോൾ ആൻഡ് സോ ഓൺ. എറ്റ്സെറ്ററ നമ്മൾ എക്സാമ്പിൾസിൻ്റെ കൂടെ ഒക്കെ യൂസ് ചെയ്യും അല്ലേ. ഇത് എറ്റ്സെറ്ററ എന്ന് നമ്മൾ ആൻഡ് സോ ഓൺ എന്ന് പറയുന്നതാണ്. എറ്റ് ഓൾ എന്ന് പറയുമ്പോൾ ആൻഡ് അതേഴ്സ് ഇൻക്ലൂഡിങ് ആയിട്ടാണ് പറയുന്നത്. പെർസെ, ബൈ ഇറ്റ് സെൽഫ് അല്ലെങ്കിൽ ഇൻഹെറന്റ്ലി. ഇറ്റ് ഇസ് പെർസെ നോട്ട് റോങ് എന്ന് പറയുകയാണെങ്കിൽ അത് മാത്രമാണെന്നുണ്ടെങ്കിൽ അത് തെറ്റല്ല. പക്ഷെ അത് എന്തിനെങ്കിലും കൂടെ മിക്സ് ആകുമ്പോൾ ഇത് തെറ്റായി പോകുന്നു. അപ്പോൾ പെർസെ എന്ന് പറയുമ്പോൾ ആ ഒരു സാധനം മാത്രം, ബൈ ഇറ്റ് സെൽഫ് അത് മാത്രമാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയാണ്. ആഡ് ഹോക്ക്, ഫോർ എ സ്പെസിഫിക് പേർപ്പസ്. ഇപ്പം നമ്മൾ പോളിറ്റിയിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറയും ആഡ് ഹോക്ക് കമ്മിറ്റി ക്രിയേറ്റ് ചെയ്തു എന്ന്. അതായത് ആ ഒരു സ്പെസിഫിക് പേർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത കമ്മിറ്റി, അതിനാണ് ആഡ് ഹോക്ക് എന്ന് പറയുക. ആ ഒരു സ്പെസിഫിക് കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഡിഫാക്റ്റോ, ഇൻ പ്രാക്ടീസ്, നോട്ട് ഒഫീഷ്യലി. ഒഫീഷ്യലായിട്ടല്ല. ഡിഫാക്റ്റോ എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി പ്രാക്ടീസിൽ എങ്ങനെ ചെയ്യണം, ജനറലി അങ്ങനെയാണ്. ഡിഫാക്റ്റോ അങ്ങനെയാണ്. ഇപ്പോൾ ദിസ് ഇസ് ദ ഡിഫാക്റ്റോ റൂൾ എന്ന് പറയുകയാണെങ്കിൽ ജനറലി അങ്ങനെയാണ്, പക്ഷെ ഒഫീഷ്യലി അതാക്കിയിട്ടില്ല. പക്ഷെ ജനറലി അങ്ങനെയാണ് ഫോളോ ചെയ്യാറ്. ആൻഡ് ജനറൽ എന്നുള്ള ഐഡിയ ആണ് ഡിഫാക്റ്റോ. ഡിജൂർ, ബൈ ലോ ഓർ ലീഗലി. ലീഗലി ഇതാണ്. ഡിജൂർ എന്ന് പറയുമ്പോൾ ലീഗലി ഇങ്ങനെയാണ് എന്ന് പറയുന്നതാണ് ഡിജൂർ. പിന്നെ പ്രൈമ ഫേസി, അറ്റ് ഫസ്റ്റ് സൈറ്റ്. അപ്പോൾ അതൊക്കെ ജുഡീഷ്യറിയിൽ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നതാണ്. പ്രൈമ ഫേസി ഷീ വാസ് ഫൗണ്ട് ഗിൽറ്റി. അതായത് ഫസ്റ്റ് സൈറ്റിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു എക്സാമിനേഷനിൽ അവർ ഗിൽറ്റി ആണ് എന്ന് തോന്നി. അപ്പോൾ നമ്മൾ പറയും പ്രൈമ ഫേസി ഷീ വാസ് ഫൗണ്ട് ഗിൽറ്റി എന്നുള്ളൊരു ഐഡിയ. ബോണഫൈഡ് എന്ന് വെച്ചാൽ ജെന്യുവിൻ അല്ലെങ്കിൽ ഗുഡ് ഫെയ്ത്ത്. ഒരു ബോണഫൈഡ് ആയിട്ടുള്ളതാണെന്ന് പറയുമ്പോൾ ഗുഡ് ഫെയ്ത്തിൽ ചെയ്തതാണ്. അങ്ങനെ ഒരു ഐഡിയ ആണ് എന്ത്, ബോണഫൈഡ്. ജെന്യുവിൻ ആയിട്ടുള്ളൊരു ആക്ഷനാണ്. ബോണഫൈഡ് ആക്ഷൻ എന്ന് പറയുമ്പോൾ ജെന്യുവിൻ ആയിട്ടുള്ളൊരു ആക്ഷൻ. സ്റ്റേറ്റസ് കോ, എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. അതായത് ലെറ്റ്സ് മെയിൻറ്റെയിൻ ദ സ്റ്റേറ്റസ് കോ. വി ആർ ഓൾറെഡി സക്സസ്ഫുൾ, ലെറ്റ്സ് മെയിൻറ്റെയിൻ ദ സ്റ്റേറ്റസ് കോ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി സക്സസ്ഫുൾ ആണ്, ഇത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. ഈ സ്റ്റേറ്റസ് കോ ഇത് നമുക്ക് അങ്ങനെയും മെയിൻറ്റെയിൻ ചെയ്യാം. മുകളിലേക്ക് പോകണ്ട, താഴത്തേക്ക് പോകണ്ട, ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. അപ്പോൾ ഇന്റർ ഏരിയ അമങ് അതർ തിങ്സ്, എറ്റ് ഓൾ എന്ന് വെച്ചാൽ ആൻഡ് അതേഴ്സ്, എറ്റ്സെറ്ററ എന്ന് പറയുമ്പോൾ ആൻഡ് സോ ഓൺ, പെർ സെ എന്ന് പറയുമ്പോൾ ബൈ ഇറ്റ് സെൽഫ് ഓർ ഇൻഹെറിറ്റ്ലി. 5 ആഡ് ഹോക്ക് എന്ന് പറയുമ്പോൾ ഫോർ എ സ്പെസിഫിക് പർപ്പസ്. ഡിഫാക്റ്റോ എന്ന് വെച്ചാൽ ഇൻ പ്രാക്ടീസ്, നോട്ട് ഒഫീഷ്യലി. ഡിജൂർ എന്ന് പറയുമ്പോൾ ബൈ ലോ അല്ലെങ്കിൽ ലീഗലി. പ്രൈമ ഫേസി എന്ന് പറയുമ്പോൾ അറ്റ് ഫസ്റ്റ് സൈറ്റ്. ബോണഫൈഡ് എന്ന് പറയുമ്പോൾ ജെന്യുവൻ അല്ലെങ്കിൽ ഇൻ ഗുഡ് ഫെയ്ത്ത്. സ്റ്റേറ്റസ് കോ എന്ന് പറയുമ്പോൾ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി, എന്തൊക്കെയാണ് ജനറലി എക്സ്പ്ലനേഷൻ നോക്കി. നമുക്കറിയാം ഇങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് പഠിച്ചു പോകണം. എന്നിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വീണ്ടും സെയിം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ടോ അതോ തെറ്റിക്കുണ്ടോ എന്ന് നോക്കിയിട്ട്, തെറ്റിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് തെറ്റിക്കണേ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുക. എന്തുകൊണ്ടാണ് തെറ്റിക്കണേ, എവിടേക്കാണ് നമ്മളുടെ മനസ്സ് പോകുന്നത്, ചിന്ത പോകുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ തെറ്റിക്കാനുള്ള ഇത് വരുന്നത് എന്നൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. നമ്മൾ മാക്സിമം ഇപ്പം തന്നെ മിസ്റ്റേക്സ് ഉണ്ടാക്കാൻ നോക്കുക, സോ ദാറ്റ് വി ക്യാൻ അവോയ്ഡ് ഇറ്റ് ഇൻ ദ എക്സാം. അപ്പോൾ നമ്മൾ മാക്സിമം ട്രൈ ചെയ്ത് വീണ്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ മിൻറ്റിൻ്റെ LDC ആൻഡ് LGC ലോങ് ടേം ബാച്ചസ് ഉണ്ട്. 500 hours പ്ലസ് നമുക്ക് ക്ലാസ്സിൻ്റെ റെക്കോർഡഡും ഉണ്ട്, ലൈവ് ക്ലാസ്സസും ഉണ്ട്. മെൻറ്റർഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര ഗൈഡഡ് ആയിട്ട് തന്നെ പഠിക്കാം. അപ്പോൾ നിങ്ങൾ ഒന്നില്ലെങ്കിൽ മിൻറ്റിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ആക്സസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ ചെയ്താലും മതി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. മികച്ച പഠനം മിൻറ്റിനൊപ്പം. താങ്ക് യു സോ മച്ച്.